വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസ് ബുധനാഴ്ച പരിഗണിക്കാനായി മാറ്റി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ നടത്തിയ പ്രസ്താവന വാസ്തവ വിരുദ്ധമെന്ന് അമിക്കസ് ക്യൂറി കോടതിയെ അറിയിച്ചു. ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുള്ളത്. ഉമേഷ്, ഈ സഹായം, കേന്ദ്ര സഹായം നിഷേധിക്കുന്നതിൽ അമിത്ഷാ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ കൊടുത്ത വിശദീകരണം കേരളത്തിന് പരാതി കൊടുക്കുന്നതിന് അല്ലെങ്കിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 3 മാസത്തോളം വൈകി. അതുകൊണ്ട് ഇനി സഹായം നൽകാൻ കഴിയില്ല എന്നതാണ്. ഹൈക്കോടതി തന്നെ നിയോഗിച്ച അമിക്കസ് ക്യൂറി അതിനെ തിരുത്തുന്നു. വിവരങ്ങൾ അന്ന, അതുതന്നെയാണ് അമിക്കസ് ക്യൂറി ഇക്കാര്യം ഹൈക്കോടതിയുടെ വരെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുകയാണ്. അമിത്ഷാ പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റാണ്, അത് വാസ്തവ വിരുദ്ധമാണ് എന്നാണ് അമിക്കസ് ക്യൂറി അഡ്വക്കേറ്റ് രഞ്ജിത്ത് തമ്പാൻ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞത് ഈ വയനാട്ടിലെ ദുരന്തമുണ്ടായ സ്ഥലത്ത് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ആവശ്യമായ തുക 2219 കോടി രൂപയുടെ തുക ആവശ്യപ്പെട്ടുകൊണ്ട് ഉള്ള നിവേദനം അത് സമർപ്പിക്കാൻ ഏറെ വൈകി, അതുകൊണ്ടാണ് ഈ സഹായം വൈകുന്നത് എന്ന തരത്തിൽ അമിത്ഷാ പ്രസ്താവന നടത്തിയിരുന്നു. ഈ പുനരധിവാസ കാര്യത്തിലൊക്കെ പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയതാണ്, പക്ഷേ ഇങ്ങനെ സംസ്ഥാനം ഇത്തരത്തിൽ നിവേദനം നൽകാൻ വൈകിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണം എന്ന തരത്തിലൊക്കെ അമിത്ഷാ പ്രസ്താവന നടത്തിയിരുന്നു. അത് പൂർണ്ണമായും തെറ്റാണ്, അത് വാസ്തവ വിരുദ്ധമായ പ്രസ്താവനയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ നടത്തിയത് എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് രഞ്ജിത്ത് തമ്പാൻ അമിക്കസ് ക്യൂറി ഇന്ന് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതിൻ്റെ വസ്തുത പുറത്തു വന്നതാണ്. കേരളം കൃത്യസമയത്ത് തന്നെ ഈ നിവേദനം നൽകിയതാണ്. അത് ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് ദുരന്തമുണ്ടായി 1 മാസത്തിനുള്ളിൽ തന്നെ ഈ കേന്ദ്ര സംഘത്തിൻ്റെ സന്ദർശനമൊക്കെ കഴിഞ്ഞ് ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളുടെ ഒരു കരട് സമർപ്പിക്കുകയുണ്ടായി. അതേ മാസം 17 തന്നെ വിശദമായ മെമ്മോറാണ്ടം സമർപ്പിച്ചു. ഇതിനുശേഷമാണ് പുനരധിവാസത്തിനാവശ്യമായ ഓരോ ചെലവും വിശദമാക്കിയുള്ള സമഗ്രമായ റിപ്പോർട്ട് കേന്ദ്രം ആവശ്യപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ടാണ് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് ഈ നവംബർ 13-ന് കേരളം വിശദമായ ഒരു നിവേദനം സമർപ്പിച്ചത്. അത് ഈ അടുത്തിടെയാണ് ലഭിച്ചത് എന്നൊക്കെയായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ പ്രസ്താവന നടത്തിയത്. ആ പ്രസ്താവന തീർത്തും തെറ്റാണ് എന്ന് തന്നെയാണ് അമിക്കസ് ക്യൂറി ഇന്ന് കോടതിയെ ബോധ്യപ്പെടുത്തിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ തുക സംബന്ധിച്ചുള്ള ചില വ്യക്തത കോടതി ചോദിച്ചിരുന്നു. SDRF ഫണ്ടിൽ 677 കോടി രൂപ ബാക്കി ഉണ്ട്, അത് ഉപയോഗിച്ചില്ലേ, അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ എന്താണ് എന്നൊക്കെ കോടതി ഇന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയോട് ചോദിച്ചിരുന്നു. അത് ഉപയോഗിക്കാമായിരുന്നില്ല. കേന്ദ്രവാദവും അതുതന്നെയായിരുന്നു. ഇതിന് മറുപടിയായി സംസ്ഥാനം ചൂണ്ടിക്കാണിച്ചത് ഓരോ വർഷവും ഏതാണ്ട് 700 കോടിയോളം രൂപ ഇത്തരത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി ആവശ്യമായി വരുന്നുണ്ട്. സംസ്ഥാനത്തിന് അത്രയും തുക ആവശ്യമായി വരുന്നുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ തുക സംസ്ഥാനം ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ 600 കോടിയോളം ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളുമുണ്ട്. പക്ഷേ എല്ലാ വർഷവും ഇത്തരത്തിൽ നൽകുന്ന തുക അത്തരത്തിൽ തന്നെ ആവശ്യം വരാറുണ്ട്. അതുകൊണ്ടാണ് ഈ വയനാട് മുൻപുണ്ടായ ഒരു സാഹചര്യമല്ല, തീർത്തും വ്യത്യസ്തമായ സാഹചര്യമാണ് വയനാട്ടിലുണ്ടായത്. വലിയൊരു ദുരന്തമാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് പ്രത്യേക സഹായം 2219 കോടി രൂപയുടെ സ്പെഷ്യൽ പാക്കേജ് ആവശ്യപ്പെടുന്നത്. ഓരോ വർഷവും 700 കോടി നൽകുന്നത് അപര്യാപ്തമാണ്. അതിനുപരി വലിയൊരു സഹായമാണ് ഈ ഘട്ടത്തിൽ വേണ്ടത്. അതാണ് സംസ്ഥാനം ആവശ്യപ്പെടുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് വീണ്ടും സംസ്ഥാനം ഹൈക്കോടതി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഈ നിലവിൽ SDRFൽ ബാക്കിയുള്ള തുക വിനിയോഗിക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ അതിൽ വ്യക്തത വരുത്താമെന്ന് സംസ്ഥാനം അറിയിച്ചിട്ടുണ്ട്. അക്കാര്യങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ബുധനാഴ്ചത്തേക്ക് ഈ കേസ് പരിഗണിക്കുന്നത് മാറ്റിവെച്ചിരിക്കുന്നത്. അന്ന, അതെ, സർക്കാർ മുൻപ് തന്നെ അറിയിച്ചിട്ടുള്ളതാണ് ഉമേഷ്. ആവശ്യങ്ങളൊക്കെ കൃത്യമായി അറിയിച്ചതാണ്. പക്ഷേ അതിൽ പരിഗണിക്കുന്നതിൽ യാതൊരു പിന്തുണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അത്രത്തോളം അവഗണന കേരളം നേരിട്ടിട്ടുണ്ട് എന്നത് വ്യക്തമായതുമാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഉണ്ടായ ഫിഞ്ചാൽ ചുഴലിക്കാറ്റിൽ തമിഴ്നാടിന് ഉടൻ ധനസഹായം അനുവദിക്കപ്പെട്ടു. 2000 കോടി ചോദിച്ചതിൽ 800 കോടി അനുവദിക്കപ്പെട്ടു. അപ്പോൾ ഈ കേന്ദ്രത്തിന്റെ ഒളിച്ചുകളി കുറച്ചുകൂടി വ്യക്തമാകുന്നു എന്നാണ്. അതാണ് ഈ അമിക്കസ് ക്യൂറി ഇന്ന് കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചതും അക്കാര്യം തന്നെയാണ്. നേരത്തെ തന്നെ അമിക്കസ് ക്യൂറി അഡ്വക്കേറ്റ് രഞ്ജിത്ത് തമ്പാൻ ഈ കേരളത്തോടുള്ള വിവേചനം സംബന്ധിച്ച കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി കോടതിയെ ധരിപ്പിച്ചതാണ്. തൊട്ടയൽ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് തമിഴ്നാടും കർണാടകയും തെലങ്കാന അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ഇത്തരമൊരു സാഹചര്യത്തിൽ ഇത്രയും വലിയ ദുരന്തം ഉണ്ടാകാതെ തന്നെ കാര്യമായ പഠനങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്നത് പോലെ ഉന്നത സമിതിയുടെയൊക്കെ പരിശോധന ഇല്ലാതെ തന്നെ വലിയ തുക കേന്ദ്ര സഹായമായി അനുവദിച്ചതാണ്. ആ ഘട്ടത്തിലാണ് കേരളത്തിലോട് ഇത്രയും വലിയ വിവേചനം, അവഗണന തുടരുന്നത് എന്ന് അമിക്കസ് ക്യൂറി നേരത്തെ തന്നെ കോടതിയെ ബോധ്യപ്പെടുത്തുന്നതാണ്. അതിൻ്റെ തുടർച്ചയാണിപ്പോൾ പിന്നീട് അമിത്ഷാ
ഇത്തരത്തിലൊരു പ്രസ്താവന പാർലമെന്റിൽ നടത്തിയത് ആ പറഞ്ഞ കാര്യങ്ങളും തീർത്തും തെറ്റാണ് എന്ന് തന്നെയാണ് ഇന്ന് അമിക്കസ് ക്യൂറി ഒരിക്കൽ കൂടി കോടതിയെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. വളരെ കൃത്യസമയത്ത് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച അതേ സമയത്ത് തന്നെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുള്ള നിവേദനം തന്നെയാണ് സർക്കാർ സമർപ്പിച്ചത്. അത് ഒട്ടും തന്നെ വൈകിയല്ല സമർപ്പിച്ചത്. സമയബന്ധിതമായി തന്നെ ആ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. ഈ ദുരന്തമുണ്ടായി 1 മാസം തികയുന്നതിന് മുൻപ് തന്നെ ആവശ്യങ്ങളുടെ കരട് സമർപ്പിച്ചതാണ്. 17-ന് അതേ മാസം തന്നെ 17-ന് വിശദമായ മെമ്മോറാണ്ടം സമർപ്പിച്ചിരുന്നു. പിന്നീട് കേന്ദ്ര സംഘം പരിശോധന നടത്തി. പരിശോധനയ്ക്ക് ശേഷമാണ് വിശദമായ നിവേദനം സമർപ്പിക്കാൻ നിർദ്ദേശിച്ചത്. അതും വളരെ പെട്ടെന്ന് തന്നെ ഇതെല്ലാം പഠിച്ച് സമഗ്രമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി നവംബർ 13-ന് നിവേദനം ഈ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചത്. അതാണ് ഈ അടുത്ത കാലത്ത് ഒരു നിവേദനം കിട്ടി, അത് വളരെ വൈകിയാണ് കിട്ടിയത്, അതുകൊണ്ടാണ് ഇങ്ങനെ സഹായം വൈകുന്നത് എന്നൊക്കെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറയാൻ ഇടയായത്. അത് തീർത്തും തെറ്റാണ് എന്ന് തന്നെയാണ് ഇന്ന് അമിക്കസ് ക്യൂറി കോടതിയെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. യെസ്, കേന്ദ്രം തക്ക സമയത്ത് കേരളം ആവശ്യം അറിയിക്കാതിരുന്നത് കൊണ്ടാണ് കേന്ദ്ര സഹായം ഉണ്ടാകാതെ ഇരുന്നത് എന്ന അമിത്ഷായുടെ വാദം പൊളിയുകയാണ്. പാർലമെന്റിൽ അത്തരം ഒരു കാരണം കൊണ്ടാണ് കേരളത്തിന് നീതി നിഷേധിക്കുന്നത് എന്ന വിശദീകരണം കൊടുത്ത അമിത്ഷായ്ക്ക് ഇന്ന് ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് അത് അമിത്ഷായുടെ വിചിത്രമായ വാദം അത് തെറ്റാണ് എന്ന വിശദീകരണം വ്യക്തമാക്കിയിരിക്കുന്നു അമിക്കസ് ക്യൂറി. കൊച്ചിയിൽ നിന്ന് ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്.